നിയമം ലംഘിച്ച് റോഡിൽ ഫ്ലെക്സുകൾ വെക്കുന്നതിനെ വിമർശിച്ച് ഹൈക്കോടതി. ഉന്നത വ്യക്തികളുടെ ചിത്രങ്ങളുള്ള അനധികൃത ഫ്ലെക്സുകളാണ് കൂടുതലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് നിന്ന് മാത്രം 4000-ഓളം ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്തു. സംസ്ഥാനത്തെ ഏറ്റവും ശക്തരായ ആളുകളുടെ ചിത്രങ്ങളാണ് പല ഫ്ലെക്സുകളിലുമുള്ളത്. ഫ്ലെക്സ് ബോർഡുകളല്ല പ്രശസ്തി കൂട്ടുന്നതെന്ന് രാഷ്ട്രീയ പാർട്ടി നേതാക്കളോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഫ്ലെക്സിൽ തന്റെ മുഖം വേണ്ട എന്ന് നേതാക്കൾ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ. ഏറ്റവും ശക്തരായ ആളുകളുടെ ചിത്രങ്ങളാണ് പല ഫ്ലെക്സുകളിലും ഉള്ളതെന്നിരിക്കെ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് നടപടിയെടുക്കാനാകുക? ഈ സംസ്ഥാനത്തിന്റെ അവസ്ഥയെ ഓർത്ത് പരിതപിക്കാനേ കഴിയൂ. എന്തുകൊണ്ടാണ് റോഡിൽ ഫ്ലെക്സ് വെക്കുന്നതിന് കേസ് എടുക്കാത്തതെന്നും ഫൈൻ ഈടാക്കാത്തതെന്നും കോടതി ചോദിച്ചു. ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് നിറയ്ക്കുന്നത് നവകേരളമല്ല, ഈ കേരളത്തെ നവകേരളം എന്ന് പറയാൻ പാടില്ലെന്നേ തനിക്ക് പറയാനുള്ളൂവെന്നും കോടതി തുറന്നടിച്ചു. ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ചെയ്യുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. +2-ന് മാർക്ക് കിട്ടിയവർ മുതൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്ലെക്സ് വരെ നാട്ടിലുണ്ട്. അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ വേണ്ടെന്ന് സർക്കാരാണ് പറയേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നില്ല? ഇലക്ഷൻ എന്ന് കേട്ടാൽ പേടിയാണ്. നാട് മുഴുവൻ ഫ്ലെക്സ് കൊണ്ടുവന്ന് നിറയ്ക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.